ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ സ്വന്തം സെക്കൻഡ് പാർട്ടാണ്. അപ്പം വണ്ടി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വണ്ടി ഓണാക്കി നമുക്ക് മാനുവലൊന്നും ഇടാം. മാനുവൽ ഇട്ടാലോ പറക്കണം. ഓക്കെ, ഇവിടെ നിർത്താം, വളച്ച് എടുക്കാം, നിർത്തി കൊടുക്കണം. ഗൈസ്, ഇന്ന് സെക്കൻഡ് പാർട്ട് ഇട്ടോണ്ട് ഓക്കെ, നമുക്കുള്ള വണ്ടി ഇങ്ങനെ എടുക്കാം. ആൾ കയറിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഓഫാക്കിയില്ല. നമുക്ക് ഇറങ്ങാം. ന്യൂട്രലാണ് വണ്ടിയാണ്. പെട്ടെന്ന് അനങ്ങൂല. ബിക്കോസ് ഞാൻ ഇപ്പം മാനുവൽ ഇട്ട കാരണം വെച്ചാൽ നമ്മുടെ ഈ ഡസ്റ്റ് പിടിക്കുമ്പം മാനുവലാകുമ്പം അത്യാവശ്യം ഡസ്റ്റ് ഉറക്കും ഉള്ള ഒരു പരിപാടിയുണ്ട്. പിന്നെ വണ്ടി ക്ലീനാക്കാൻ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ പോകുന്നുണ്ട്. അന്നേരം ഈ വണ്ടി ഫുള്ളും റീസ്റ്റോറേഷൻ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു വീഡിയോ പിന്നെ പ്രത്യേകിച്ചിട്ട് ഇറങ്ങും. അപ്പോൾ വണ്ടി ഓണാക്കാം. നമുക്ക് വണ്ടി ഫസ്റ്റിലിടാം. ലൈറ്റ് പാട്ടൊക്കെ നേരത്തെ സെറ്റായിട്ട് പോയതാണ്. അപ്പം സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഇറക്കമുണ്ട് വണ്ടി. പൊന്നെ മഴ വന്നു. ഓക്കെ കഴിച്ച്. പിന്നെ വേറെ കാര്യമാണ്, നമ്മളിപ്പം നേരെ കണ്ണൂരിലോട്ട് തന്നെയാണോ പോകുന്നത്. കോഴിക്കോട് നിന്ന് വീട്ടിലുണ്ട്. ഇപ്പം സ്റ്റേ ഒന്നും കൂടി നൈറ്റാണ്. അപ്പം സ്റ്റേ ചെയ്തിട്ട് ഇതേ ടൈം കറക്റ്റ് ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ എടുക്കൽ. വണ്ടി വിളിച്ചിട്ടുണ്ട്. പറന്ന് പോകണം. പിന്നെ വേറെ ഒരു കാര്യമില്ല. പറക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കണം. മാപ്പൊക്കെ തെറ്റൂല. ഒരു പ്രശ്നമായല്ലോ. അങ്ങനത്തെ ടൈപ്പ് വണ്ടിയാണ്. അപ്പം 90-ലെത്തിയിട്ടുണ്ട്. ഭയങ്കര സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ്. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ട. വണ്ടീൻ്റെ എഫക്റ്റ് ഫുൾ അടിച്ചു പോയിട്ടുണ്ട് മഴ നിന്ന്. അപ്പം നമ്മൾ ഇനി നേരെ അപ്പം ഞാൻ നമ്മുടെ ടോളിൻ്റെ സ്ഥലം നോക്കി. അന്നേരം പറഞ്ഞ സ്ഥലം മാഹെ തന്നെയാണ്. മാഹെ പിന്നെ കൊയിലാണ്ടി, പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ കോഴിക്കോട്. അപ്പം കോഴിക്കോട് ഇതാ. അപ്പം നമ്മൾ എക്സിറ്റ് ആകാനാണ് പോകുന്നത്. പാട്ടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ക്ലീനറൊന്നും ഈ വണ്ടിക്കില്ല. അപ്പം ക്ലീനർ വെക്കാത്ത കാരണം വെച്ചാൽ ക്ലീനർ വെച്ചാൽ ഓനിക്ക് പൈസ കൊടുക്കണം. നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. പൈസ മര്യാദയ്ക്ക് നമുക്ക് തന്നെ കിട്ടൂല. ഇവിടെ വണ്ടീൻ്റെ എണ്ണടിക്കണം. കുറേ പരിപാടിയുണ്ട്. എണ്ണടിക്കൽ പരിപാടി, ചടങ്ങ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് ഈ പരിപാടി. പെട്രോൾ 24 അടിച്ചിട്ട് പോവാം. എന്തായാലും ലോങ് യാത്രയാണ്, പറയണ്ട. $5000 അടിച്ചു കളയാൻ ഫുള്ള്. അപ്പം എത്രയാണ്? 2640 പോയി. പകുതി പൈസ ടോൾ അടിക്കേണ്ടത് പോയി. ഇനിയാണ് ബട്ടുടിക്കുക. ഫുള്ളടിച്ച് തീരട്ട് പിന്നെല്ലാം ബാക്കി.
അപ്പം ഗൈസ് പിന്നെ കുറച്ച് കാര്യം കൂടി പറയാനായിട്ട് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഈ അപ്ഡേഷന് പറഞ്ഞിടത് മെയിൻ തന്നെ ഇറങ്ങും എന്നാണ്. അപ്പം അപ്ഡേഷൻ പക്ഷേ പ്ലേ സ്റ്റോറിൽ ഇറങ്ങിയിട്ടില്ല, ബാക്കി ഏടി ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഒരു ഗെയിമർ മച്ചാന് 4.5 കളിക്കുന്നത് കണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് ഇത് റിയലാണോ ഫേക്കാണോ? ഓക്കെ, അപ്പം റിയൽ തന്നെ. അപ്പോൾ എന്തോ ഒരു തഗ്രിഡ് പരിപാടി ഇപ്രാവശ്യം അവർ ഒപ്പിച്ചിട്ടുണ്ട് എന്നെയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഗെയിമറായിട്ടും ഈ മല്ലുവിൽ പണിയെടുക്കുന്ന ആളാണെങ്കിലോ ഞങ്ങൾക്കറിയില്ല. ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞാന്ന്. ഇപ്പം കുമീസ് എത്തിയിട്ടുണ്ട്. കുമീസിന് ശേഷം ഫുഡ് കഴിക്കുന്ന സ്ഥലം കഴിഞ്ഞ് ഇതൊക്കെ അത്ര തന്നെ പറക്കും, ഇനിയും പറക്കും വണ്ടി. പൊന്നോ ഭയങ്കര ഹൈ ആയിപ്പോയി. സ്പീഡ് ക്യാമറ കോഴിക്കോടിലില്ല, കണ്ണൂരിൽ ഭയങ്കര സ്പീഡ് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയത്. അതേപോലെ തന്നെ ഇറങ്ങി. പിന്നെ ഗൈസ് കാണുന്നില്ല റോഡ്, വണ്ടിയാണ്. ഭയങ്കര മഴ ഗൈസ്, അടിച്ചിട്ടും മഴ. അപ്പം നമുക്ക് അടുത്ത മാപ്പത്തെ കാണാം ഗൈസ്. അപ്പം ഫസ്റ്റ് കയറുന്ന മുമ്പ് തന്നെ ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ നമ്മ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് പോസ് ആക്കിയിട്ട് വെച്ചാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ചെറുതായിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ അടിച്ചിട്ട് ചെറിയൊരു വളവും 2 വളവുകളുണ്ട്. അപ്പം ആ വളവിൻ്റെ സമയത്ത് ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ അടിച്ചു പോയി. പിന്നെ വണ്ടി ഓണായതാണ്. പെട്ടെന്ന് ഒരു ഭാഗ്യത്തിന് ഓണായി. സുമേഷ് രതീഷ് അണ്ണൻ്റെ വർക്ക്ഷോപ്പാണ് ഇപ്പം കഴിഞ്ഞു പോയത്. രതീഷ് അണ്ണൻ്റെ ആൾ കൊടുക്കാം. പിന്നെ മനസ്സിലായത് ടൂറിന് ഈ വർക്കൊന്നും വർക്കൊന്നും അറിയണ്ടല്ലോ വിചാരിച്ച് ഞാൻ അതൊക്കെ എടുത്ത് ഓക്കെ ഗൈസ്. അപ്പം നമ്മുടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ കൊയിലാണ്ടിലാണ്, പറക്കണം ഇനി. ഓക്കെ, ഇപ്പം ട്രിപ്പ് എടുത്തതിൻ്റെ ഇവിടെ വാഷിംഗ് പണിയെല്ലാം ഉണ്ട്. പിന്നെ ചെക്ക് പോസ്റ്റ് വരാൻ പോവുക. അന്നേരം നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓക്കെ എടാ ഇവിടെ എന്ത് കളി കളിച്ച് ചെങ്ങായി ഭയങ്കര ഓവർ സ്മാർട്ടിൻ്റെ കളി കളിച്ചിട്ടാണ് പോയത്. സോ നമ്മുടെ വണ്ടീൻ്റെ ലൈറ്റൊന്നും ഓഫാക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെക്കിങ് പണിയുണ്ട്. അപ്പം ആ ചെക്ക് പണി ഇങ്ങോട്ട് ഈ റൂട്ട് ലൈറ്റാണ് വരാം. അപ്പം ഈ റൂട്ട് പാകിസ്ഥാൻ്റെ റൂട്ടിലാണ്. അപ്പം ഇവിടെ എൻ്റെ വണ്ടി ചെക്ക് ചെയ്യാം എന്ന് എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെക്കിങ് പണിയാക്കി കഴിഞ്ഞിട്ട് ബാക്കി വരും. ഇതാണ് പാകിസ്ഥാൻ്റെ ഹൗസ്. പാകിസ്ഥാനി ഭയങ്കര ടീമാണ്. അപ്പം പാകിസ്ഥാനിൻ്റെ ടീം അപ്പം ഞാൻ ഇറങ്ങാം. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി ഓഫാക്കാം. വണ്ടി നിന്ന് ഇറങ്ങാം. പാകിസ്ഥാനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി കാര്യം ചെയ്യാം. അപ്പം നമുക്ക് നേരെ പാകിസ്ഥാൻ അടുത്ത് പോവാം. ഓക്കെ ഗൈസ്, പാകിസ്ഥാൻ്റെ അടുത്ത് സമ്മതം ചോദിച്ച് വണ്ടി എടുക്കുന്നുണ്ട്. പക്ഷേ ഓറ് പറഞ്ഞ് ഈ വണ്ടി അധികം ഇവിടെ കൊണ്ടുവരണ്ട, ബിക്കോസ് നമ്മുടെ വണ്ടി പിന്നെ ഫ്ലോറിൻ്റെ അടിച്ചിട്ട് ഓണാവില്ല പറഞ്ഞു. അപ്പം ഞാൻ എന്താക്കി നൈസായിട്ട് ഇങ്ങോട്ട് വളച്ച വളച്ച. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 160
ഓട്ടോമാറ്റിക് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക് സിസ്റ്റം ഓണാക്കി ലൈറ്റ് ഇട്ട് നോക്കി. പാട്ട് സൗണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. പാട്ട് വെച്ചിട്ട് ഒരു പറഞ്ഞ പാട്ടൊന്നും ഈ സ്ഥലത്ത് അധികം വെക്കരുത്, ബിക്കോസ് നൈറ്റ് ടൈം ഞാൻ എന്താക്കി ചെറുതായിട്ട് പാട്ടിൻ്റെ സ്ലോപ്പ് ചെറുതായിട്ട് കുറച്ചളഞ്ഞ് ഞാൻ എന്താക്കി ഉറക്കം വരുന്ന ടൈപ്പ് ബ്ലൂടൂത്ത് അല്ലല്ലോ, പെൻഡ്രൈവ് വെച്ചിട്ടാണ് കേൾക്കുന്നത്. എല്ലാവരും പെൻഡ്രൈവ് സെറ്റപ്പ് കാണിച്ചു തരാം സൈഡാക്കിയിട്ട്. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ പാട്ട് സ്ഥലം കണ്ട. നമുക്ക് നേരെ പോവാം. ഭയങ്കര ടഫ്. 5 ഗിയർ അനങ്ങായി വണ്ടി അനങ്ങുന്നില്ല. അല്ലെങ്കിൽ 2 ദിവസത്തിന് പറക്കാം. അപ്പം ഇപ്പോൾ കൊയിലാണ്ടി റൂട്ട് എത്തണം എന്തായാലും. ഇന്നലെ വന്ന് നിർത്തിയ ഫുഡ് കഴിക്കേണ്ട സ്ഥലം ഇവിടെയാണ്. അപ്പം ഇവിടെ വണ്ടീനായി ഇപ്പം നിർത്തുന്നതും കാര്യങ്ങളൊന്നും ഇല്ല, നേരെ പറക്കലാണ്. അപ്പം എൻ്റെ പൊന്നാളിയോ സീരിയസ്ലി വണ്ടി അടിച്ച് കയറിപ്പോയി. 1 സൈഡ് അടിച്ചാണ്, പിന്നെ വേറെ ഒന്നും ഇല്ല. ഫ്രണ്ട് ബമ്പറിൻ്റെ പണി ഇപ്പം കഴിയും തോന്നുന്നു. ഞാൻ അതൊക്കെ മാറ്റിട്ട് ഓക്കെ. ഷെഡ് ഹേവറാം ടെമ്പിൾസിൽ നടക്കാം. മാറ്റിട്ടില്ല പാട്ട്, അമ്മാരി തുള്ളുന്നില്ല. ഓനാരി ഓൻ്റെ കേസ്. പിന്നെ ഇത് അർജബ് വഴിയാണ്, അർജബ് റൂട്ടാണ്. അർജബ് പാലം കടന്ന് ഷൗക്കിൻ്റെ പാലമാണ്. ഇപ്പം ഷൗക്കിൻ്റെ പാലം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടും പോളേക്ക് ഇങ്ങോട്ടും പോകും, പക്ഷെ ഇങ്ങോട്ടാണ് ഏറ്റവും സേഫ് ബസ്സിൻ്റെ. തൊടുത്തൊടുത്തൊടുത്തൊടുത്തൊടുത്തൊടുത്തൊടുത്തൊടു വണ്ടി. ഓക്കെ ഇപ്പം കയറിയത് അതിന് കുഴപ്പമില്ല. നമുക്ക് കൈ സ്റ്റിയറിങ് ഞാൻ വിട്ടിട്ടുണ്ട്. കൈ ഓക്കെ ഓട്ടോമാറ്റിക്കലി പോകുന്നതിൻ്റെ കുഴപ്പമില്ല. അപ്പം ഇവിടെ ഇപ്പം ഇവിടെ സ്ഥലം ഇവിടെ കൊയിലാണ്ടിക്കൊന്നും പവറൊന്നും ഇല്ലാത്തതാണ്. പിന്നെ കൊയിലാണ്ടിത്തെ റോഡ് തന്നെ കണ്ട ചെറിയൊരു റൂട്ടാണ്. അപ്പം കൊയിലാണ്ടി ബേ കഴിഞ്ഞു. അപ്പം ടോളിനാണ് പിന്നെ പണിയിട്ട. ടോളിൽ കുറേ റൂട്ടുണ്ട്. അപ്പം എനക്ക് ഞാൻ ടോളൊന്നും പോയിട്ടുള്ള ശീലമില്ല. നമ്മ സ്കൂൾ ട്രിപ്പ് ടീംസാണ്. സ്കൂൾ ട്രിപ്പ് മലങ്കുന്ന് ചിലപ്പോൾ പെൽമറക്കിലെടുക്കും മലങ്കിലെടുക്കും, അങ്ങനത്തെ ഒരു രീതിയിലാണ്. എനക്ക് ഡ്യൂട്ടി ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്താക്കും. എൻ്റെ സ്ഥിരമായിട്ടുള്ള സ്കൂള് ഇപ്പോൾ അടുത്ത മാപ്പിൻ്റെ ചെക്കിങ് എത്തിയിട്ടുണ്ട്. കേസ് നമ്മുടെ ടോളെത്തിയിട്ടുണ്ട്. ടോൾ കുഴപ്പമില്ല, നമ്മുടെ മറ്റേ ലൈറ്റാണ്. അപ്പം അതേപോലെ ഒന്ന് ഇവിടെ പോലീസ് കസ്റ്റഡി കേട്ടോ. കൂടി അതേപോലെ എടുക്കാം. ഇപ്പം ഇത് ഇപ്പം പോലീസ് കസ്റ്റഡിയൻ പോലീസ് സ്റ്റേഷൻ തന്നെ അവിടെ കിടക്കുന്നുണ്ടാവും. സ്റ്റേഷനിൽ പോയിട്ടൊരു കാര്യമില്ല. അപ്പം മൈസൈറ്റി ഇവിടെ ബുറാക്കിനെ ഇങ്ങോട്ട് കയറ്റാം. ഓടിന് ഉമ്പി ചങ്ങായി നമുക്ക് ഓട്ടോയിലിട്ടാലും പവർ എടുക്കാം. ഗിയറിലിട്ട പിന്നെ പണിയിട്ടു. ഇങ്ങോട്ട് വളച്ചോ. കറക്റ്റ്
സമാവാത്തുൻ വാക്കിൽ കേറി ഇറങ്ങി. എനിക്കിപ്പം ഓട്ടോയിലാണ്ട് നമുക്ക് ഇനി ഗിയർ പണിയില്ല. അപ്പം നമുക്ക് നേരെ പറക്കാം. വണ്ടിക്ക് പിന്നെ ശരിക്കുള്ള ഗിയർ വെച്ചാലാണ്, അതായത് മാനുവലേ വർക്കുള്ളൂ വണ്ടിക്ക്, അല്ലെങ്കിൽ ഒന്നും വർക്കുള്ളൂ. ഇതേപോലെ സമാവാത്തിനെ പോലെ കയറിപ്പോയി. ഫുൾ സ്പീഡിലൊന്നും എടുത്ത് പോകുന്നു. കയറി പോകാൻ പറയുന്നുണ്ട്. അതേ രീതിയിലാണ് പോകുന്ന വണ്ടി. ഒരു സീനുമില്ല. വണ്ടി അടിച്ചാലും മുട്ടിയാലും ഒരു സീനുമില്ല. പറക്കണം. അപ്പോൾ തന്നെ ഇപ്പോൾ ടോപ്പ് സ്പീഡിൻ്റെ ക്യാമറയും കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സീനില്ല. ഞാൻ പിന്നെ ബുറാക്കിൻ്റെ ഹോളിഡേയ്സ് ഈ ഫുള്ള് ജക്കർത്ത ആ പരിസ്ഥിതിനെ പോലെ നിൽക്കുന്ന ഒരു ചങ്ങായിയാണ്. ഞാൻ ബുറാക്കിൻ്റെ ടീമാണ്. അപ്പം ഇവിടെ പോവാനുണ്ട്. കുറേ സ്കിപ്പാക്കേണ്ടി വരുന്നു കേട്ടോ. ഓക്കെ, അതവിടെ പിക്സിൽ പണി കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൻ്റെ പകുതി മുക്ക് കഴിഞ്ഞാൽ കയ്യിൽ ചങ്ങായി എൻ്റെ മാപ്പിൻ്റെ പകുതി പണി കഴിഞ്ഞ്. അല്ലെങ്കിൽ താഴെ ഉരുട്ടി സ്പീഡിൽ പോവാം. ഇപ്പോൾ പറക്കട്ട്. ഓക്കെ, ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ നോക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ടോള് കഴിയാനായിട്ടുണ്ട്. അതായത് മാഹെ ടോള് കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ മാഹെ വഴി കടക്കണം. പക്ഷേ എന്നക്ക് റൂട്ട് പറഞ്ഞ് ഇതേ റൂട്ടിൽ പോയാലും ബേത്താ പറഞ്ഞു. ഞാൻ പറഞ്ഞു സീരിയസ്ലി എന്നാൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അടുത്താണ്. അപ്പോൾ നല്ല ഓർമ്മയുണ്ട് എവിടെ പോയത് പോവാത്തത്. എന്തായാലും ഒരു ടൂർ എടുക്കുന്ന ആൾക്ക് ആയാലും പറയേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, പറക്കാം. പോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ വണ്ടി അവിടെ നിർത്തൽ 4 മണിയായി കേട്ടോ. അപ്പോൾ വണ്ടി പിടിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പം 5 മണിക്കാണ് വിട്ട്. അപ്പം അതേപോലെ പണി കിട്ടി. പൈസ വേണം. പൈസക്ക് പൈസ വേണം. ഓക്കെ, പറഞ്ഞ അങ്ങനെ ഇവിടെ നമ്മുടെ ടോൾ മാഹേനെ പറ്റിച്ച് വണ്ടി കടത്തി. അപ്പം ഇനി അടുത്തൊരു 2 ചെക്കിങ് ഉണ്ട്. ഇതാണ് അതിൻ്റെ എല്ലാം ബിൽഡിങ്. അപ്പം ബിൽഡിങ് ഫോട്ടോസ് നമുക്ക് എടുത്ത് കളയാം. റോളും കേട്ടാ, ഇതൊരു ഭയങ്കര വലിയ സ്ഥലം നമ്മളെ ബുറാക്ക് എടുത്തിട്ട് പോകുന്നത്. അപ്പം കമ്പോക്കിൻ്റെ അല്ല, നമ്മുടെ മാഹേൻ്റെ ഇതാണ്. അപ്പം നമുക്ക് അടുത്ത ചെക്കിന് വിചാരിച്ചപ്പം നമുക്ക് ഇനി കുറച്ച് റിയൽ കാര്യം സംസാരിക്കാനുണ്ട്. അപ്പം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ശരിക്കും ടൂർ മോളാണ്. അപ്പം വേറെ കാര്യം സംസാരിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ബന്ധുങ്ങ് വരെ നമ്മൾ എടുത്ത് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ വീഡിയോൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നൈസായിട്ട് എല്ലാവർക്കും പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റത്തെ ദിവസം ഫസ്റ്റ് വൈകുന്നേരം പോയത് അത് ഞാൻ വൈകുന്നേരം മോഡിട്ടാണ്. അല്ലാണ്ട് നമ്മുടെ റിയലിസ്റ്റിക് ഇതൊന്നും ഇട്ടിട്ടില്ല.
അതാണ് അതിൻ്റെ സത്യം. അപ്പം പരിപാടി നല്ലോണം വൃത്തിക്ക് ചെയ്യണം, എന്നാലാണ് ഭയങ്കര ഇത് എഫേർട്ട് കിട്ടി ചെയ്ത് നല്ല പരിപാടിക്കെല്ലാം നല്ലൊരു ശുഭമായിട്ട് കിട്ടും. അപ്പം ഞാൻ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ സ്കൂൾ ടൈമാണ്, സ്കൂൾ സമയത്ത് വീഡിയോസ് ഒന്നും ഇടാൻ കഴിയില്ല. അപ്പം ഞാൻ എന്താക്കി ശരിക്കും പറഞ്ഞാൽ ശരിക്കും വൈകുന്നേരമല്ല രാത്രി വീഡിയോ എടുത്ത് ഫസ്റ്റ് പാട്ട്. പിന്നെ എന്താ മോർണിംഗ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്, മോർണിംഗ് അല്ല 12 കറക്റ്റ് ഒരു 12 മണി ടൈം ആയിട്ട് എടുത്ത്. അപ്പം ഞാൻ വീഡിയോ ഇടുന്ന ടൈം നിങ്ങൾക്ക് എപ്പാന്ന് പോലും അറിയില്ല. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ വളക്കാം. അപ്പം അതിനനുസരിച്ചിട്ട് എന്തായാലും ഇതൊക്കെ ഉണ്ടാവും, എനിക്ക് ക്ഷമിക്കണം. പിന്നെ വണ്ടീൻ്റെ സ്റ്റേജ് ആകെ മാറിയിട്ടുണ്ട്, ഫുൾ ഇതായിട്ടുണ്ട്. നമ്മുടെ ZS ഫുള്ളും പൊളിഞ്ഞ പോലെ ഉണ്ട്. ഗെറ്റപ്പ് ഗൈസ്, ഭയങ്കരമായിട്ടുള്ള വലിയ വണ്ടിയാണ്. നമ്മുടെ ഡീമണിലുള്ള ഭയങ്കര ടീമിൻ്റെ വണ്ടിയാണ് ZS. പിന്നെ കുറച്ചും കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ ലൈറ്റ് വർക്ക് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല വർക്കാണ്. പക്ഷേ ഡിസ്കോ ലൈറ്റ്, DJ ലൈറ്റ് എന്നിവ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ആഡ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ്. അപ്പം എൻ്റെ പ്ലാനൊന്നും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടായിരിക്കുന്നത്. അപ്പം ഇവിടെ വീടെത്തിയിട്ടുണ്ട്, കുറേ സ്ഥലം എത്തിയിട്ടുണ്ട്. മോർണിംഗ് ഡ്രൈവർ ക്യാരക്ടറിൻ്റെ പൈസ എല്ലാം കറക്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് പറയും. ഓക്കെ, യെസ് ഒരു പവർ മാസ് പൈസൻ്റെ ഒരു ഇതാണ്, പൈസ കണക്കാണ്. അപ്പം ഭയങ്കര പൈസ എല്ലാവരും ഇട്ട് നേരത്തെ അടച്ച് വണ്ടി സ്കിപ്പ് ടോട്ടൽ. അപ്പം നമുക്ക് ഒന്ന് ആഡ് കാണാം, ആഡ് കണ്ട് അപ്പം നമ്മുടെ ഇതൊക്കെ റെഡി. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാഷ് ഇപ്പോൾ ബാങ്കിൽ എത്രയുണ്ട് നോക്കാം. ഗ്യാരേജിൽ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പം എത്രയായി നോക്കാം. എടാ പോന്നെ, എടാ 165. ഇത്രക്കും ദൂരെ പോയാൽ ഇത്ര ഭയങ്കര ഇത് തന്നെ കേട്ടോ. പിന്നെ ഇത് ഒന്നും കൂടി എടുക്കാം നമുക്ക്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. 3 days ഉണ്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടി കുറേ അടുത്ത് പോവാം. അപ്പം ഞാൻ നാഷണൽ കുറേ ഉണ്ട് കേട്ടോ, ബോഗോർ പറഞ്ഞ സ്ഥലമുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഇടും. അപ്പം എല്ലാവർക്കും മിനിമം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മനസ്സുണ്ടെങ്കിൽ സബ്ബും ചെയ്യാം. എല്ലാവരും ഇത് വീഡിയോ കണ്ടിരിക്കണം എന്നുള്ളൊരു ഉറപ്പോടെയാണ് ഞാൻ എല്ലാ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും മിനിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ എല്ലാവർക്കും ബൈ ഫ്രം നെഹിയാൻ ഗെയിമിംഗ്.